ഫുട്ബോൾ എന്നത് ചിലർക്ക് കളി മാത്രമായിരിക്കാം, പക്ഷേ ചിലർക്ക് ജീവിതമാണ്. എന്നാൽ ആ കളി പൂർത്തിയാകുന്നതിന് മുന്നേ ചിലരുടെ ജീവിതം തന്നെ അവിടെ പാതിവഴിയിൽ അവസാനിച്ചു പോകുന്നു. 32 വയസ്സുകാരനായ ഫലസ്തീനിയൻ ഗോൾ കീപ്പർ സലീം അൽ അസ്കർ ഇനി ഒരിക്കലും ആ ഗോൾ പോസ്റ്റിന് മുന്നിലേക്ക് മടങ്ങി വരില്ല എന്ന സത്യം നിങ്ങളറിഞ്ഞു. മൈതാനത്ത് ഒരു പന്ത് പോലും അവൻ ഇനി തടയില്ല. കാരണം അവൻ്റെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറിയത് എതിരാളികളുടെ ഒരു ഫുട്ബോൾ ഷോട്ടായിരുന്നില്ല, ജീവൻ തുടച്ചു മാറ്റിയ ഒരു വെടിയുണ്ടയായിരുന്നു. 5 മാസം മുമ്പായിരുന്നു അവൻ്റെ വിവാഹം. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് അവൻ ഒരു കുടുംബജീവിതം തുടങ്ങിയത്. ഇന്ന് അവൻ്റെ ഭാര്യ തൻ്റെ ഉദരത്തിൽ അവരുടെ ആദ്യ കുഞ്ഞിനെ ചുമക്കുകയാണ്. ഒരു പുതിയ ജീവൻ ആ അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ കുഞ്ഞിന് കാവലായി കണ്ട അച്ഛൻ ഇന്ന് മൺമറഞ്ഞുപോയി. ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ അവിടെ ഒരു അച്ഛനുണ്ടാകില്ല. അച്ഛ എന്നൊരു ആദ്യ വിളി കേൾക്കുമ്പോൾ ആ വിളി കേൾക്കാൻ അവൻ ഉണ്ടാകില്ല. ഇനി കുഞ്ഞിന് തൻ്റെ അച്ഛനെ പരിചയപ്പെടാൻ കഴിയുകയുമില്ല. വീടിൻ്റെ ചുവരിലെ ഒരു ഫോട്ടോയിലൂടെയും അമ്മയുടെ കണ്ണീർ നനഞ്ഞ ഓർമ്മകളിലൂടെയും മാത്രമായിരിക്കും ആ ഓർമ്മ. ഒരിക്കൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ഒരൊറ്റ പന്ത് പോലും വലയ്ക്കുള്ളിൽ കയറാതെ തൻ്റെ ടീമിനെ രക്ഷിച്ചിരുന്ന ഒരു ഗോൾ കീപ്പർ. പക്ഷേ ആ വിധിക്ക് മുന്നിൽ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ ആവാനായില്ല. ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഒരു ഗോൾ വീണാൽ അതിനെക്കുറിച്ച് ആഴ്ചകളോളം ചർച്ച ചെയ്യുന്ന ലോകമാണിത്. എന്നാൽ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ജീവൻ യുദ്ധഭൂമിയിൽ വീണപ്പോൾ ലോകത്തിൻ്റെ ശബ്ദം പോലും വളരെ ചെറുതായി പോകുന്നു. അല്ലെങ്കിൽ ലോകം അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. യുദ്ധവാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന മരണങ്ങൾ വെറും അക്കങ്ങൾ അല്ല. ഓരോരോ നമ്പറിലും ഓരോരോ മുഖങ്ങളുമുണ്ട്, ഓരോരോ പേരുമുണ്ട്. കാത്തിരിക്കാൻ ഒരു കുടുംബമുണ്ട്, നെഞ്ചുപൊട്ടി കരയുന്ന ഒരു അമ്മയുണ്ട്, താലിച്ചെരടിൻ്റെ തിളക്കം മാറും മുമ്പ് തനിച്ചായ ഒരു ഭാര്യയുമുണ്ട്, അച്ഛൻ്റെ മുഖം പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. രാഷ്ട്രീയവും അതിർത്തികളും തർക്കങ്ങളും എന്തുതന്നെയായാലും യുദ്ധത്തിൻ്റെ ഒടുവിൽ നഷ്ടപ്പെടുന്നത് പച്ചയായ മനുഷ്യജീവിതങ്ങളാണ്. ഒരു കുഞ്ഞ് അച്ഛൻ്റെ തണലില്ലാതെ ജനിക്കുന്നതിനും ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം ഇനി ഒരിക്കലും കേൾക്കാത്ത വിധം തനിച്ചാകുന്നതിനും ഒരു അമ്മ മകൻ്റെ മൃതദേഹത്തിന് മുന്നിൽ അലമുറയിട്ട് കരയേണ്ടി വരുന്നതിനും ഇതിനെല്ലാം ആരുടെയും വിജയമില്ല. ഇതൊക്കെ എല്ലാവരുടെയും നഷ്ടം മാത്രമാണ്. യുദ്ധത്തിൽ തോക്കുകൾ ജയിക്കുമായിരിക്കും, അധികാരങ്ങൾ ജയിക്കുമായിരിക്കും, പക്ഷേ മനുഷ്യത്വം, മനുഷ്യരാശിയും എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് സമാധാനമായി പ്രാർത്ഥിക്കാം. അതിർത്തികൾക്കപ്പുറം ഓരോ നിരപരാധികളായ ജീവൻ, ഓരോ വിലയുള്ള കുഞ്ഞുങ്ങൾ അനാഥരാകാത്ത ഒരു നല്ല നാളേക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൽ തോക്കുമ്പോൾ, ജയിക്കുമ്പോൾ തോറ്റുപോകുന്നത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയാണ്. സലീമിൻ്റെ കുടുംബത്തിന് ആ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.